നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സെപ്റ്റംബർ 7 ശനിയാഴ്ച, വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് വിനായക ചതുർത്ഥി. ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാമൂർത്തികളിലൊന്നായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കാറുണ്ട്. ഏതൊരു കാര്യസാധ്യത്തിനും വിഘ്നശാന്തിക്കും വിനായകപ്രീതി വേണമെന്ന ഒരു വിശ്വാസം കൂടി ഇതിലുണ്ട്. വിഘ്നേശ്വരന് പല മൂർത്തി ഭാവങ്ങളാണ് ഉള്ളത്. വിനായകൻ, ഗണേശൻ, പിള്ളയാർ, ഗജാനനൻ, മൂഷികവാഹനൻ, മോദകപ്രിയൻ തുടങ്ങി അനേകം നാമങ്ങളാൽ പൂജിതനാണ് ഭഗവാൻ മഹാഗണപതി. വിനായക ചതുർത്ഥി ദിവസം പ്രാർത്ഥന, വഴിപാട്, ജപം, വ്രതം തുടങ്ങിയവയിലൂടെ ഭഗവാന്റെ പ്രീതി നേടുന്നവർക്ക് സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നതാണ് വിശ്വാസം. കേതുർ ദശാകാലത്ത് കഷ്ടപ്പാടുകൾ കുറയുന്നതിന് ഗണപതി ഭഗവാന്റെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ശ്രീപരമേശ്വരനെയും മഹാവിഷ്ണുവിനെയും ദേവിയെയും പൂജിച്ചാൽ ലഭിക്കുന്ന സകല പുണ്യങ്ങളും ശ്രീവിനായകനെ ഭജിച്ചാൽ സിദ്ധിക്കുന്നതാണ്. ഗണേശ പ്രീതിക്കായി അനേകം മന്ത്രങ്ങളുണ്ടെങ്കിലും വിനായക ചതുർത്ഥി ദിവസം പ്രധാനമായും ഗണേശ ദ്വാദശ മന്ത്രം ജപിക്കുന്നതാണ് ഉത്തമം. ഈ മന്ത്രം ചതുർത്ഥി ദിനത്തിൽ ജപിച്ചാൽ ഇഷ്ടകാര്യലബ്ധി, വിഘ്നനിവാരണം, പാപമോചനം, സർവകാര്യവിജയം, സർവ ഐശ്വര്യം എന്നിവയാണ് ഫലം. ഇത് 108 തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. സർവാഭിഷ്ടസിദ്ധിക്കായും കേതുർദോഷശാന്തിക്കായും നിത്യവും ജപിക്കുന്നത് അത്യുത്തമമാണ്. മന്ത്രം എന്തെന്നറിയുന്നതിന് മുമ്പായി ആദ്യമായാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗണേശ ദ്വാദശ മന്ത്രം. ഓം വക്രതുണ്ടായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം കൃഷ്ണപിംഗാക്ഷായ നമഃ. ഓം ഗജവക്ത്രായ നമഃ. ഓം ലംബോദരായ നമഃ. ഓം വിഗണായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം ധൂമ്രവർണായ നമഃ. ഓം ബാലചന്ദ്രായ നമഃ. ഓം വിനായകായ നമഃ. ഓം ഗണപതയേ നമഃ. ഓം ഗജാനനായ നമഃ. ഈ ഒരു ദ്വാദശ മന്ത്രം 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. ബുദ്ധിമുട്ടുള്ളവർക്ക് 3ൻ്റെ ഗുണിതം കൊണ്ടുള്ള എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കുന്നതാണ് വളരെ ഉത്തമം. നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ചെയ്യുക. എല്ലാ അനുഗ്രഹങ്ങളും ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓം ഗം ഗണപതയേ നമഃ.